ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് രണ്ട് തരത്തിലുള്ള കേസുകളാണ്. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കേസുകളാണ് ഇവ. ഒരു നോർമൽ കേസ് അല്ല ഇത്. ഈ ഒരു കേസുകൾക്ക് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലെ ആദ്യത്തെ ഒരു കേസ് തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു കേസ് വരുന്നത് ഒരു സ്പ്ലിറ്റർ ആണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിനൊക്കെ വരുന്നത് ഒരു സിംഗിൾ പോർട്ടാണ്. ഐഫോണുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ചാർജിങ്ങിനും അതുപോലെ ഹെഡ്ഫോണിനുമായിട്ട് ഒരു സിംഗിൾ പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ലൈറ്റ്നിങ് പോർട്ട്. ഹെഡ്ഫോണും ചാർജറും ഒരേ സമയം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായിട്ട് പലതരത്തിലുള്ള സ്പ്ലിറ്ററുകൾ നമുക്ക് ലഭിക്കും. അതൊക്കെ ഈ ഒരു പിൻഭാഗത്ത് കണക്ട് ചെയ്ത് ശേഷം അതിലേക്ക് ഹെഡ്ഫോണും ചാർജറും കണക്ട് ചെയ്യുകയാണത്. അപ്പോൾ അത് കുറച്ചുകൂടി വലിയ സ്പ്ലിറ്റർ ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിനു മുമ്പേ കുറച്ച് സ്പ്ലിറ്ററുകൾ അടങ്ങുന്ന ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇവിടെ ഈ ഒരു ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പോയി ആ ഒരു വീഡിയോ കാണാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അത്ര വലിയ സ്പ്ലിറ്റർ ഒന്നുമല്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ കേസ് ആയിക്കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പ്ലിറ്റർ ആണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് അവിടെ പ്രൊഡക്റ്റ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഉൾവശത്തായിട്ട് നമുക്കൊരു ലൈറ്റ്നിങ് പോർട്ട് കാണാൻ സാധിക്കും. ഇത് ബാറ്ററി കേസ് ഒക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ മൊബൈൽ ഫോൺ പതുക്കെ ഇതിലേക്ക് പുഷ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്കിപ്പോൾ ഒരു മൊബൈൽ ഫോൺ കവറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ താഴെയായിട്ട് രണ്ട് പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒന്നിൽ നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാം, മറ്റൊന്നിൽ നമുക്ക് ചാർജിങ്ങും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു മൊബൈൽ കേസുമായി നമുക്കൊരു സ്പ്ലിറ്ററുമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതിന്റെ പിൻഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൈനുകൾ ഇട്ട് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബട്ടണൊക്കെ നല്ല രീതിയിൽ ഷേപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊങ്ങിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു സ്പ്ലിറ്റർ വർക്ക് ചെയ്യുന്ന ഭാഗത്തായിട്ട് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. പിന്നെ ക്യാമറയ്ക്കും തന്നെ നല്ല പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണിന്റെ ഒരു പ്രൊട്ടക്ഷൻ കേസും അതുപോലെ നമുക്ക് ഹെഡ്ഫോൺ ചാർജർ ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേസുമായിട്ട് ഈ ഒരു കേസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തായിട്ട് നോക്കുന്നത് മറ്റൊരു കേസാണ്. ഈ ഒരു കേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ iPhone 8 മുതലാണ് നമുക്ക് വയർലെസ് ചാർജിങ് ലഭിക്കുന്നത്. അപ്പോൾ വയർലെസ് ചാർജിങ് സംവിധാനത്തോടു കൂടിയുള്ള ഒരു കേസാണ് ഇത്. അപ്പൊ നമുക്ക് ഏതായാലും ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സിലായിട്ട് വരുന്നത് ഈ ഒരു കേസാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ്നിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർട്ട് നമുക്ക് ഇതുപോലെ പുറത്തേക്ക് പുഷ് ചെയ്തെടുക്കാൻ സാധിക്കും. ശേഷം നമ്മൾ ഇതിലേക്ക് മൊബൈൽ ഫോൺ കണക്ട് ചെയ്യുക. അതിനുശേഷം ലൈറ്റ്നിങ് പോർട്ട് നമ്മുടെ ചാർജിങ് പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഫോണ് വയർലെസ് ചാർജിങ് സപ്പോർട്ടറായി, അതായത് ഈ ഒരു കേസിന്മേൽ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടർ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഒരു റൗണ്ട് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ചെറിയ ലൈനുകളൊക്കെ ഇട്ടിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് തന്നെ ബട്ടൺ ഷേപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും തന്നെ നമുക്കൊരു കേസും അതുപോലെ വയർലെസ് ചാർജിങ്ങുമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേസാണിത്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകളാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആയ സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് അതിന്റെ പ്രൈസ് ഒക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.